കാളത്തോട് CITU പ്രവർത്തകൻ നാച്ചു വധക്കേസിൽ 6 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ ശിക്ഷിച്ചു. ഇരട്ട ജീവപര്യന്തവും 13 ലക്ഷം രൂപ പിഴയും വിധിച്ച് തൃശൂർ 1-ാം അഡീഷണൽ സെഷൻസ് കോടതി. ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന KSRTC ബസ്സുകൾക്ക് പുതുക്കാട് സ്റ്റാൻഡിലേക്ക് കടക്കാനുള്ള പ്രവേശന കവാടം അടച്ചുകെട്ടി. അപകടങ്ങൾ പതിവായതോടെയാണ് കവാടം അടച്ചുകെട്ടിയത്. ചാഴൂരിൽ പാടശേഖര കമ്മിറ്റികളുടെ ശീതസമരം മൂലം നെൽകൃഷി വഴിമുട്ടി 100ഓളം കർഷകർ. അടിസ്ഥാന സൌകര്യങ്ങൾ നിഷേധിക്കുന്ന പാടശേഖര സമിതികൾക്കെതിരെ കൃഷിഭൂമി തരിച്ചിട്ട് പ്രതിഷേധം. തൃശൂർ കുന്നംകുളം പാതയിൽ പുഴയ്ക്കലിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. തിരക്ക് നിയന്ത്രിക്കാൻ സംവിധാനങ്ങളില്ല. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുരുക്കിൽപ്പെടുന്നു. ജില്ലയിൽ ആംബുലൻസുകളുടെ മറവിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസ്. ആംബുലൻസുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ സംവിധാനമൊരുക്കി റൂറൽ പോലീസ്. വാർത്തകൾ വിശദമായി. കാളത്തോട് നാച്ചു വധക്കേസിൽ എല്ലാ പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തം തടവും 13 ലക്ഷം രൂപ പിഴയും വിധിച്ച് തൃശൂർ 1-ാം അഡീഷണൽ സെഷൻസ് കോടതി. തൃശൂർ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി TK മിനിമോളാണ് ശിക്ഷ വിധിച്ചത്. 2021 ഒക്ടോബർ 22-നാണ് കേസിനാസ്പദമായ സംഭവം. CITU യൂണിയൻ തൊഴിലാളിയായ നാച്ചു എന്ന 39 വയസ്സുള്ള ഷമീറിനെയാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. വെട്ടുക്കപ്പറമ്പിൽ ഷാജഹാൻ, വലിയകത്ത് ഷബീർ, പരിക്കുന്നുവീട്ടിൽ അമൽ, സാലിഹ് എന്നിവർ ചേർന്നാണ് കൊല നടത്തിയത്. സംഭവത്തിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ഗൂഢാലോചനയുണ്ടെന്ന് കണ്ടതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് വലിയകത്ത് ഷിഹാസ്, കാട്ടുപറമ്പിൽ നവാസ്, പോക്കാക്കില്ലത്ത് സൈനുദ്ദീൻ എന്നിവരുടെ പങ്ക് വ്യക്തമായത്. കൊലപാതക ദൃശ്യങ്ങൾ പതിഞ്ഞ CCTV ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കാനും ഗൂഢാലോചന അടക്കമുള്ള CCTV ദൃശ്യങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കാനും പ്രോസിക്യൂഷന് സാധിച്ചു. കേസിന്റെ വിവിധ ഘട്ടങ്ങളിൽ സാക്ഷികൾ അടക്കമുള്ളവർക്ക് പലതവണ ഭീഷണി നേരിട്ടിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാറും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലിജി മധുവും ഹാജരായി. CITU പ്രവർത്തകരെ STPക്കാർ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ 6 പേരെയാണ് ജില്ലാ കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണിത്. കൊലപാതകം എന്നുള്ള നിലയ്ക്ക് ലൈഫ് ഇംപ്രിസ്മെന്റും അതുപോലെ തന്നെ 1 ലക്ഷം രൂപ വീതമാണ് പ്രതികളോട് കോടതി ഫൈൻ അടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കൊലപാതകത്തിന് വേണ്ടി ഗൂഢാലോചന നടത്തിയ 4, 5, 6 പ്രതികളെയും അതേപോലെ തന്നെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുള്ളതാണ്. മൊത്തം ഇരട്ട ജീവപര്യന്തമാണ് ഈ പ്രതികൾക്കെതിരായിട്ട് കോടതി പ്രസ്താവിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 13 ലക്ഷം രൂപ പിഴയും അടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 3 ലക്ഷം രൂപ ഈ മരിച്ച നാച്ചുവിന്റെ ലീഗൽ എയേഴ്സിന്, അവകാശികൾക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വളരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടാണ് പ്രതികൾ ഇക്കാര്യം ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പ് തന്നെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടന്നു. അത് കൃത്യമായിട്ട് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു. അതിൻ്റെ അടക്കം CCTV രംഗങ്ങൾ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാനും അതിൻ്റെ ഒപ്പം തന്നെ വിരലടയാളം, DNA അത്തരത്തിലുള്ള എല്ലാ ശാസ്ത്രീയ തെളിവുകളും കോടതിയിൽ കൊണ്ടുവന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചതാണ് ഈ എല്ലാ പ്രതികൾക്കും ഒരേപോലെ ശിക്ഷ കിട്ടാനായിട്ട് സഹായിച്ചിട്ടുള്ളത്. ഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ വിയൂർ ജയിലിൽ എത്തിച്ചത്. യുവാവിനെ ഹെൽമറ്റ് ഉപയോഗിച്ച് തലക്കടിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിൽ 5 പ്രതികളെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. അന്നകര, മേച്ചേരിപ്പടി, എലവത്തൂർ സ്വദേശികളായ തോണൂർക്കര വീട്ടിൽ പ്രകാശൻ, മുണ്ടന്തറ വീട്ടിൽ ശ്രീരാംനാഥ്, മുണ്ടന്തറ വീട്ടിൽ ജഗൻ, വെള്ളത്തേരി ബബിൻ, അനന്തൻ വീട്ടിൽ ഹേമന്ത് എന്നിവരെയാണ് SHO ആന്റണി ജോസഫ് നെറ്റോയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം എലവത്തൂർ ഓപ്പൺ ജിമ്മിന് സമീപമാണ് കേസിനാസ്പദമായ സംഭവം. എലവത്തൂർ സ്വദേശി ഇറക്കത്ത് വീട്ടിൽ ബിജീഷിനാണ് തലക്കടിയേറ്റത്. മുൻ വൈരാഗ്യമാണ് കാരണമെന്ന് പോലീസ് പറഞ്ഞു. അപകടങ്ങൾ പതിവായതോടെ KSRTC ബസ്സുകൾക്ക് പുതുക്കാട് സ്റ്റാൻഡിലേക്ക് കടക്കാനുള്ള പ്രവേശന കവാടം അടച്ചുകെട്ടി. ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ടോൾ കമ്പനിയാണ് കവാടം അടച്ചത്. ഇനി മുതൽ ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ദേശീയപാതയുടെ മധ്യഭാഗത്ത് കോൺക്രീറ്റ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചാണ് പുതിയ പരിഷ്കാരം ഏർപ്പെടുത്തിയത്. ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ബസ്സുകളും ദേശീയപാതയോരത്ത് നിർത്തിപ്പോകണം. അതേസമയം തൃശൂർ ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ തടസ്സമില്ല. KSRTC ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതും തിരിച്ചു പോകുന്നതും മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽപ്പെട്ട് നിരവധി ജീവനുകളാണ് പൊലിഞ്ഞത്. കഴിഞ്ഞ ദിവസം KSRTC ബസ്സിൽ ബൈക്ക് ഇടിച്ച് 2 വിദ്യാർത്ഥികൾ മരിച്ചതോടെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. എന്നാൽ ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ സ്റ്റാൻഡിന്റെ എതിർവശത്തുള്ള ദേശീയപാതയിൽ നിർത്തേണ്ടി വരുന്നത് അപകടങ്ങൾക്കിടയാക്കാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ചാഴൂരിൽ പാടശേഖര കമ്മിറ്റികളുടെ ശീതസമരം മൂലം 100ഓളം കർഷകർക്ക് നെൽകൃഷി വഴിമുട്ടി. അടിസ്ഥാന സൌകര്യങ്ങൾ നിഷേധിക്കുന്ന പാടശേഖര സമിതികൾക്കെതിരെ കൃഷിഭൂമി തരിച്ചിട്ട് പ്രതിഷേധം.
ചാഴൂർ പഞ്ചായത്തിലെ കാരേക്കാൾ നാലുമുറി പടവിലാണ് കൃഷി ഇറക്കാൻ പറ്റാതായതോടെ കർഷകർ തരിശിട്ട് പ്രതിഷേധിക്കുന്നത്. അന്തിക്കാട് പാടശേഖര സമിതി കാരേക്കാൾ ഉൾപ്പെടുന്ന കോവിലകം പടവിന് വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല എന്ന കർഷകരുടെ സ്ഥിരം പരാതിയെ തുടർന്നാണ് അന്തിക്കാട് പാടശേഖര സമിതിയിൽ നിന്ന് മാറി പുതിയൊരു സമിതി ഉണ്ടാക്കി കൃഷി ഇറക്കാൻ തുടങ്ങിയത്. ഇത്തവണ 450 ഏക്കറിൽ കൃഷി ഇറക്കിയെങ്കിലും കാരേക്കാൾ നാലുമുറി പടവിൽ ശക്തമായ മഴ മൂലം വെള്ളത്തിൽ മുങ്ങിയ 70 ഏക്കറിലെ നെൽച്ചെടികളാണ് ഒരാഴ്ച കഴിഞ്ഞിട്ടും വെള്ളം ഇറങ്ങിപ്പോകാതായതോടെ നശിച്ചുപോയത്. അന്തിക്കാട് പടവിന്റെ കൈവശത്തിലുള്ള 500-ാം പടവിലെ മോട്ടോർ പ്രവർത്തിക്കാതിരുന്നതാണ് കൃഷി നശിക്കാനുള്ള പ്രധാന കാരണമായി കർഷകർ പറയുന്നത്. പലതവണ അന്തിക്കാട് കോവിലകം പാടശേഖര സമിതികളോടും ബന്ധപ്പെട്ട കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരോടും പരാതി പറഞ്ഞെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പറയുന്നു. അന്തിക്കാട് പാടശേഖരമായിട്ട് പിരിഞ്ഞു പോയതിനു ശേഷം ഇവിടുന്ന് വെള്ളം വറ്റിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ കോവിലും പടവിനില്ല. അതായത് 500-ാം തറ മോട്ടർ, അതാണ് ഇവിടുന്ന് വറ്റിക്കാനുള്ളൊരു മോട്ടറായിട്ടുള്ളത്. ഇത് ഇപ്പോൾ അതിൻ്റെ നിയന്ത്രണം അന്തിക്കാട് പാടശേഖരത്തിന്. അപ്പോൾ അവർ ഇപ്രാവശ്യം ഈ മഴ പെയ്ത് വെള്ളം കൂടിയപ്പോൾ ഇത് വറ്റിക്കാനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അപ്പോൾ പുതിയൊരു സംവിധാനം ഉണ്ടാവുന്നത് വരെ ഇത് തരിച്ചിട്ട് പ്രതിഷേധിക്കാനാണ് ആഗ്രഹിക്കുന്നത്. 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള കരഭാഗത്ത് നിന്ന് വരുന്ന വലിയ തോതിലുള്ള വെള്ളവും കൃഷി ഇറക്കുന്നതിനെ കാര്യമായി ബാധിക്കുന്നുണ്ട്. കരഭാഗത്ത് നിന്ന് വരുന്ന വെള്ളം തടഞ്ഞ് ഹൈലെവൽ കനാൽ വഴി തിരിച്ചുവിടണമെന്നും പലക ഉപയോഗിച്ചുള്ള സ്ലൂയിസ് മാറ്റി ഷട്ടർ സംവിധാനം ഏർപ്പെടുത്തണമെന്നും കോവിലകം പടവിൽ സ്ഥിതി ചെയ്യുന്ന 500-ാം തറ മോട്ടോർ പ്രവർത്തിപ്പിക്കാനുള്ള അവകാശം തിരികെ വേണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. സർക്കാർ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുക രണ്ട് പാടശേഖരങ്ങൾ തമ്മിൽ. നമുക്കിപ്പോ വെള്ളം വറ്റിക്കാനായിട്ട് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം തന്നെ പെട്ടിപ്പറയായിരുന്നു. ആ പെട്ടിപ്പറ സംവിധാനങ്ങളെല്ലാം മാറ്റി വെർട്ടിക്കൽ പമ്പ് സെറ്റ് വന്നു. നല്ല രീതിയിൽ പമ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ സർക്കാർ കൊണ്ടുവന്നിട്ടും ഈ പാടശേഖരങ്ങൾ തമ്മിലുള്ള തർക്കം മൂലം കൃഷി നശിച്ചു പോകുന്ന ഒരു അവസ്ഥയും ഇവിടെ കാണുന്നത്. രണ്ട് പാടശേഖരം തമ്മിൽ ഒത്തൊരുമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിളവ് ഇവിടുന്ന് കിട്ടുന്ന ഒരു സംവിധാനമുണ്ട്. പടവിലെ കൃഷി ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയാകുന്നതുവരെയെങ്കിലും പടവ് തിരിഞ്ഞു പോകുന്നതിന് മുൻപുണ്ടായിരുന്ന സംവിധാനങ്ങൾ നിലനിർത്താൻ അന്തിക്കാട് പടവ് കമ്മിറ്റി തയ്യാറാകണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. അല്ലാത്തപക്ഷം മേഖലയിൽ കൃഷി ഇറക്കാൻ ബുദ്ധിമുട്ടാകുമെന്നും സ്ഥിരം തരിശിടാമെന്നും കർഷകർ പറഞ്ഞു. TCV ന്യൂസ്, തൃപ്രയാർ. തൃശൂർ കുന്നംകുളം പാതയിൽ പുഴയ്ക്കലിൽ കുരുക്ക് രൂക്ഷം. തിരക്ക് നിയന്ത്രിക്കാൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയില്ല. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുരുക്കിൽപ്പെടുന്നു. ശോഭാ സിറ്റിയുടെ മുന്നിലും പൂങ്കുന്നത്തിന് സമീപം MLA റോഡിന് സമീപവുമാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായിട്ടുള്ളത്. രണ്ടിടത്തും പാലം പണി നടക്കുന്നുണ്ട്. ശോഭാ സിറ്റിക്ക് മുന്നിൽ നിന്നും അമല നഗർ വരെ നീളുന്ന കുരുക്ക് മൂലം മണിക്കൂറിലേറെ സമയം യാത്രക്കാർ കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ്. വാഹനം ഓടിക്കുന്നവർ തമ്മിൽ തർക്കത്തിനും കയ്യാങ്കളിക്കും വരെ കുരുക്ക് കാരണമാകുന്നുണ്ട്. MLA റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തും സമാന അവസ്ഥയാണ്. തിരക്ക് നിയന്ത്രിക്കാൻ ഒരു സംവിധാനവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. ഇതേസമയം അയ്യന്തോൾ വഴി വാഹനങ്ങൾ തിരിച്ചുവിടുന്നുണ്ടെങ്കിലും ഇവിടെയും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ആംബുലൻസുകളുടെ മറവിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസ്. ജില്ലയിലെ ആംബുലൻസുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ റൂറൽ SP B കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി. ചേറ്റുവയിൽ ആംബുലൻസ് സർവീസിന്റെ മറവിൽ നടന്നുവന്ന രാസലഹരി വിൽപ്പന പിടികൂടിയ സാഹചര്യത്തിലാണ് പോലീസിന്റെ പുതിയ നീക്കം. ചിലയിടങ്ങളിലെങ്കിലും ആംബുലൻസ് സർവീസുകളുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായുള്ള ആക്ഷേപത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അനവസരത്തിലുള്ള അമിത വേഗത, വേണ്ടത്ര പരിശീലനം ലഭിക്കാത്ത ഡ്രൈവർമാർ, പ്രായപൂർത്തിയാകാത്ത സഹായികൾ, ചില സ്വകാര്യ ആശുപത്രികളുടെ ഏജന്റുകളായി പ്രവർത്തിക്കൽ തുടങ്ങിയ പരാതികൾ നിലനിൽക്കെയാണ് ആംബുലൻസുകൾ കേന്ദ്രീകരിച്ച് രാസലഹരി കച്ചവടം പോലുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾ നടക്കുന്നതായി കണ്ടെത്തിയത്. ചേറ്റുവയിലേത് ഒറ്റപ്പെട്ട സംഭവമല്ല നിഗമനത്തിലാണ് പോലീസ്. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ആംബുലൻസിന്റെ സേവനം മറയാക്കുന്നുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വാഹന പരിശോധന ഉൾപ്പെടെയുള്ള നടപടികളെ എളുപ്പത്തിൽ മറികടക്കാമെന്നതാണ് ആംബുലൻസിനെ മറയാക്കാൻ ഇത്തരം സംഘങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഇത്തരം സംഘങ്ങൾ മൂലം സേവന മനസ്ഥിതിയോടെ മാത്രം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആംബുലൻസ് സർവീസുകളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് ആംബുലൻസുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ റൂറൽ പോലീസ് സംവിധാനം ഏർപ്പെടുത്തിയത്. TCV കൊടുങ്ങല്ലൂർ. പാകിസ്ഥാന്റെ തുടർ നീക്കങ്ങൾ നിരീക്ഷിച്ച് ഇന്ത്യ.
വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷമുള്ള സാഹചര്യങ്ങൾ നിരീക്ഷിക്കുകയാണ്. നിലവിൽ അതിർത്തി ഗ്രാമങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങി. ജമ്മുവിലും പഞ്ചാബിലും ഉൾപ്പെടെ കരുതലിന്റെ ഭാഗമായി ഇന്നലെ ബ്ലാക്കൌട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു. രാജസ്ഥാനിലെ ചില മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷവും പാക് സൈന്യത്തിന്റെ പ്രകോപനം ഉണ്ടായതിനാൽ ആളുകൾ വീടുകളിൽ തുടരാനാണ് നിർദ്ദേശം. വെടിനിർത്തൽ തുടർന്നും ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും സൈന്യം അറിയിച്ചു. പേവിഷബാധ ക്രമാതീതമായി ഉയരുമെന്ന മുന്നറിയിപ്പുമായി ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ. പേവിഷബാധ പ്രതിരോധത്തിനും ഏറ്റവും ഫലപ്രദമായ മാർഗം തെരുവ് നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുകയാണെന്നാണ് അസോസിയേഷൻ വിലയിരുത്തുന്നത്. തെരുവ് നായ്ക്കളോടുള്ള സമീപനങ്ങളിലും നിയമങ്ങളിലും മാറ്റം അനിവാര്യമാണെന്നും സംഘടന ചൂണ്ടിക്കാണിക്കുന്നു. പേവിഷബാധയേറ്റുള്ള മരണങ്ങൾ ഇല്ലാതാക്കാൻ ജനകീയ പ്രതിരോധ കുത്തിവയ്പ് നടത്തണമെന്ന് കേരള സർക്കാർ മെഡിക്കൽ ഓഫീസർമാരുടെ സംഘടനയും ആവശ്യപ്പെട്ടു. വാക്സിൻ സ്വീകരിച്ച വ്യക്തിയെ നായ കടിച്ചാൽ ബൂസ്റ്റർ ഡോസ് എടുക്കണമെന്നും KGMO നിർദ്ദേശിച്ചു. ഇന്ത്യയിൽ പേവിഷബാധയേറ്റ് മരിക്കുന്നവരിൽ 40% കുട്ടികളാണ്. ഇതിനാൽ ഇവർക്കാണ് ആദ്യം പ്രതിരോധ കുത്തിവയ്പ് നൽകേണ്ടതെന്നും സംഘടന വ്യക്തമാക്കി. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLA ചുമതലയേറ്റു. കോൺഗ്രസ് ആസ്ഥാനമായ തിരുവനന്തപുരം ഇന്ദിരാഭവനിലായിരുന്നു ചുമതലയേൽക്കൽ ചടങ്ങ്. മുൻ KPCC പ്രസിഡന്റ് K. സുധാകരൻ സണ്ണി ജോസഫിന് ചുമതല കൈമാറി. വർക്കിംഗ് പ്രസിഡന്റുമാരായി MLAമാരായ AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ MP എന്നിവരും ചുമതലയേറ്റു. UDF കൺവീനറായി അടൂ പ്രകാശ് MPയും സ്ഥാനമേറ്റു. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ UDF കൺവീനർ MM ഹസൻ, മുതിർന്ന നേതാവ് VM സുധീരൻ, K. മുരളീധരൻ, രമേശ് ചെന്നിത്തല തുടങ്ങി പ്രമുഖ നേതാക്കളെല്ലാം ചടങ്ങിൽ പങ്കെടുത്തു. മലപ്പുറം വളാഞ്ചേരിയിലെ നിപ്പ രോഗിയുടെ സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് വിപുലീകരിച്ചു. 112 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. 54 പേർ ഹൈ റിസ്ക് കാറ്റഗറിയിലാണ്. ഇതുവരെ 42 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ്പ സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്ന രോഗിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ഇവരെ കൂടാതെ 10 പേരും ചികിത്സയിലുണ്ട്. നിലവിൽ നിപ്പയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തൽ. തിരുവല്ലുവാമല പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷം വർണ്ണാഭമായി. താലപ്പൊലി പാറയിൽ താളമേള വർണ്ണവിസ്മയം തീർത്ത് പാമ്പാടി, പടിഞ്ഞാറ്റുമുറി, കിഴക്കുമുറി ദേശങ്ങളുടെ നേതൃത്വത്തിൽ കൂട്ടിയെഴുന്നള്ളിപ്പും കുടമാറ്റവും നടന്നു. എഴുന്നള്ളിപ്പിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പടിഞ്ഞാറ്റുമുറിക്കും, പുതുപ്പള്ളി കേശവൻ കിഴക്കുമുറിക്കും, തിരുവമ്പാടി ചന്ദ്രശേഖരൻ പാമ്പാടിക്കും തിടംപേറ്റി. ചോറ്റാനിക്കര നന്ദപ്പൻ മാരാർ, വൈക്കം ചന്ദ്രൻ മാരാർ, ചോറ്റാനിക്കര സുഭാഷ് മാരാർ എന്നിവർ വാദ്യപ്രമാണികത്വം വഹിച്ചു. താലപ്പൊലിയോടനുബന്ധിച്ച് വില്വാദ്രിനാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ പഞ്ചവാദ്യം അരങ്ങേറി. 21 ഗജവീരന്മാർ അണിനിരന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ കല്ലൂർ ഉണ്ണികൃഷ്ണൻ പ്രമാണികത്വം വഹിച്ചു. രാത്രി ദേശങ്ങളുടെ വെടിക്കെട്ടുമുണ്ടായി. ദിവസം നീണ്ടു നിൽക്കുന്ന ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവം 4ാം ദിവസത്തിലേക്ക് കടന്നു. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് 4ാം ഉത്സവ ശിവേലി ദർശിക്കാൻ സംഗമേശ്വര സന്നിധിയിലേക്ക് എത്തിയത്. രാവിലെ നടന്ന ശിവേലിക്ക് 2 ഉള്ളാനകളടക്കം 17 ഗജവീരന്മാർ അണിനിരന്നു. പല്ലാട്ട് ബ്രഹ്മദത്തൻ ഭഗവാന്റെ തിടംപേറ്റി. പെരുവനം പ്രകാശൻ മാരാരുടെ പ്രമാണികത്വത്തിലാണ് 100ഓളം കലാകാരന്മാരെ അണിനിരത്തിയുള്ള പഞ്ചാരിമേളം അരങ്ങേറിയത്. അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടുനിന്ന ജില്ലാതല നഴ്സസ് വാരാചരണത്തിന് തൃശൂരിൽ സമാപനമായി. സമാപനത്തിനോടനുബന്ധിച്ച് ജനറൽ ആശുപത്രിയിൽ നിന്നും ആരംഭിച്ച നഴ്സുമാരുടെ റാലി വിവേകോദയം സ്കൂളിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, ജില്ലാ നഴ്സിംഗ് ഓഫീസർ MS ഷീജ, ഉത്തരമേഖലാ ജയിൽ DIG B സുനിൽകുമാർ, തൃശൂർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ സ്മിത സോമൻ തുടങ്ങിയവർ സംസാരിച്ചു.
പട്ടിക ജനസമാജം കേരള, കേരളീയ പട്ടിക വിഭാഗ സമാജം എന്നീ സംഘടനകൾ കേരളീയ പട്ടിക ജനസമാജം എന്ന പേരിൽ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. ശ്രീനാരായണപുരത്ത് നടന്ന ലയന സമ്മേളനം റിട്ടയേർഡ് കേരള ഹൈക്കോടതി ജഡ്ജി ബി കമാൽ പാഷ ഉദ്ഘാടനം ചെയ്തു. എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ടി ടൈസൺ MLA, AR ബാബുരാജ്, KA സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് JB മേത്തർ MP നയിക്കുന്ന മഹിളാ വാഹന കേരള യാത്ര ഈ മാസം 13 മുതൽ 23 വരെ ജില്ലയിൽ പര്യടനം നടത്തും. ജില്ലയിലെ പര്യടനം നാളെ രാവിലെ ചേലക്കരയിൽ നിന്ന് ആരംഭിക്കുമെന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, ലീലാമ്മ ടീച്ചർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ കളക്ടർ വാക്കുപാലിച്ചു. പക്ഷിശല്യം ഉണ്ടാക്കിയിരുന്നതും അപകടനിലയിൽ തൃശൂർ കളക്ടറേറ്റ് പരിസരത്ത് നിന്നിരുന്നതുമായ മരച്ചില്ലകൾ വെട്ടിമാറ്റി. പലവിധ ആവശ്യങ്ങൾക്കായി കളക്ടറേറ്റിലേക്ക് വരുന്ന ജനങ്ങൾക്കുള്ള പ്രധാന പ്രവേശന മാർഗമാണ് കളക്ടറേറ്റിന്റെ തെക്ക് വശത്തെ ഗേറ്റ്. ദേശാടന പക്ഷികളുടെ സീസണായി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പക്ഷികൾ കളക്ടറേറ്റിനും പാർക്കിങ്ങിനും സമീപത്തെ മരച്ചില്ലകളിൽ ചേക്കേറും. കളക്ടറേറ്റിലേക്ക് വരുന്നവരുടെ ദേഹത്ത് മുഴുവൻ അവയുടെ കാഷ്ടം വീഴുക പതിവായിരുന്നു. മഴ തുടങ്ങിയാൽ പരിസരം മുഴുവൻ ദുർഗന്ധം പരക്കുമായിരുന്നു. പക്ഷികൾ മരത്തിൽ കൂടുകൂട്ടുന്ന സമയത്ത് മരച്ചില്ലകൾ മുറിക്കുന്നത് പക്ഷികൾക്ക് ദ്രോഹം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് മരച്ചില്ലകൾ ഇപ്പോൾ മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചത്. കളക്ടറേറ്റ് ഗേറ്റിന് സമീപത്തെ മരത്തിന്റെ ചില്ലകൾ ഉണങ്ങി ഏത് സമയവും ഒടിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലുമായിരുന്നു. സമസ്ത കേരള വാര്യർ സമാജത്തിന്റെ പ്രഥമ ഉണ്ണായി വാര്യർ പുരസ്കാരം പത്മശ്രീ കലാമണ്ഡലം ഗോപിക്ക് ഈ മാസം 25-ന് ഇരിങ്ങാലക്കുടയിൽ പുരസ്കാരം സമ്മാനിക്കും. PK മോഹൻദാസ്, മുരളീധര വാര്യർ, VV ഗിരീശൻ, AC സുരേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലളിതമായി ജീവിതയാത്ര ആരംഭിച്ചവർക്ക് ആശംസയുമായി MLA-മാരെത്തി. റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർമാരായ സ്വാതി സോമനും അഭിജിത്തും തമ്മിലുള്ള വിവാഹമാണ് കൊടുങ്ങല്ലൂർ രജിസ്ട്രേഷൻ ഓഫീസിൽ നടന്നത്. ചടങ്ങിൽ നിന്നും ആഡംബരത്തെ പുറത്തു നിർത്തി സ്വർണവും ആഘോഷവും ഇല്ലാതെയാണ് വിവാഹ ചടങ്ങുകൾ നടന്നത്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ചിറക്കൽ വാര്യം സോമൻ ഉഷ ദമ്പതികളുടെ മകളാണ് സ്വാതി. ചേർപ്പ് മാനമ്പള്ളി മനയ്ക്കൽ ബാബു നമ്പൂതിരിയുടെയും ഉമ അന്തർജനത്തിന്റെയും മകനാണ് അഭിജിത്ത്. ചെയ്യാൻ തീരുമാനമായത്. ഓക്കെ, അപ്പോൾ അതിനോട് തീരെ താല്പര്യമില്ല. രണ്ടാൾക്കും എങ്ങനെയാണ് ഈ ജോലി ചേർന്ന് തന്നെ നമുക്കറിയില്ല. കഴിഞ്ഞ വർഷമാണ് എൻഗേജ്മെൻറ്റ് ആവുന്നത്. കല്യാണം നടത്താനുള്ള തീരുമാനമൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് അവർ തമ്മിലുണ്ടായ ഒരു കോൺവെർസേഷനാണ് ഈ സാധാരണ. MLA-മാരായ VR സുനിൽകുമാർ, ET ടൈസൺ, മെർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ നവദമ്പതിമാരെ ആശീർവദിക്കാനെത്തി. തമിഴ്നാട്ടിലെ മധുര റീജിയനിലെ പുഷ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററാണ് സ്വാതി. സേലം ഡിവിഷനിലെ തിരുപ്പട്ടൂർ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററാണ് അഭിജിത്ത്. പോർക്കുളം പഞ്ചായത്തിലെ പൊതുകുളങ്ങൾ നവീകരിക്കുന്നു. കാലവർഷം എത്തുന്നതിന് മുൻപേ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുവാനുള്ള ശ്രമത്തിലാണ് കരാറുകാർ. മഴവെള്ളം സംഭരിക്കാനും ശുദ്ധജലക്ഷാമം പരിഹരിക്കാനുമായി 7 പൊതുകുളങ്ങളാണ് നവീകരിക്കുന്നത്. 6 കുളങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും 1 കുളം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുമാണ് നവീകരിക്കുന്നത്. പട്ടിത്തടം കോഴിക്കുളം, അഗതിയൂർ റാക്കുളം, നോങ്ങല്ലൂർ കലവർണക്കുളം, കല്ലഴിക്കുന്നിലെ ത്ലാച്ചക്കുളം, അണ്ടിത്തോട്ടിലെ കോതക്കുളം, തിരുത്തിക്കാട് മൊയ്ക്കുളം എന്നിവയാണ് നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനരുദ്ധരിക്കുന്നത്. ഈ കുളങ്ങൾക്കായി 3.20 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപയ്ക്ക് അക്കിക്കാവിലെ പോട്ടക്കുളവും നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. കുളത്തിലെ ചെളി നീക്കി ആഴം കൂട്ടുകയും ചുറ്റും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സംരക്ഷിക്കുകയും കുളത്തിനോട് ചേർന്ന് നടപ്പാത നിർമ്മിക്കുവാനുമുള്ള പദ്ധതിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പദ്ധതി പൂർത്തിയായാൽ കാർഷിക മേഖലയ്ക്ക് ഗുണവും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരവുമുണ്ടാകും. ഇതോടൊപ്പം നീന്തൽ പരിശീലനത്തിനുള്ള സംവിധാനവും ഒരുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. TCV കുന്നംകുളം. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും എരുമപ്പെട്ടി പഞ്ചായത്ത് അംഗവുമായിരുന്ന TC ഭാസ്കരന്റെ 6ാം ചരമവാർഷികം എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. CH റസാഖ് അധ്യക്ഷനായി. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, UDF നിയോജക മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ, ചന്ദ്രപ്രകാശ് ഇടമന, NK കബീർ, സതി മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചിരിയും ചിന്തയും ആസ്വാദകർക്ക് പകർന്ന് കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ ഓട്ടം തുള്ളൽ.
പകൽ ശീവേലിക്ക് ശേഷമാണ് കിഴക്കേ നടപ്പുരയിൽ ഓട്ടംതുള്ളൽ നടക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഓട്ടംതുള്ളൽ 3-ാം ദിവസമാണ് നടന്നിരുന്നത്. പിന്നീട് തുടർന്നുള്ള ദിവസങ്ങളിൽ ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളലുകളാണ് നടക്കുക. ഇപ്പോൾ ഓട്ടംതുള്ളൽ മാത്രമാണ് നടക്കുന്നത്. രാജീവ് വെങ്കിടങ്ങിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ വർഷം ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുന്നത്. കൊടകരയിലെ ആലപ്പാട്ട് വീട്ടിൽ ലവറന്തിയോസിന്റെ മനസ്സിലെ നന്മയുടെ തെളിനീർ നിർധന കുടുംബങ്ങൾക്ക് കുടിനീരാകുന്നു. കുടിവെള്ളത്തിനായി വിഷമിക്കുന്ന 2 കുടുംബങ്ങൾക്ക് കൂടി സൗജന്യമായി കിണർ നിർമ്മിച്ചു നൽകി സഹജീവി സ്നേഹത്തിൽ മാതൃകയായി ലവറന്തിയോസ്. കഴിഞ്ഞ 15 വർഷത്തിനിടെ നിർധനർക്കായി ലവറന്തിയോസ് നിർമ്മിച്ചു നൽകുന്ന 28ാമത്തെ കിണറാണ് ഇപ്പോൾ വട്ടേക്കാട് പ്രദേശത്ത് പണി പൂർത്തിയായി വരുന്നത്. കൊടകര പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലുള്ള നിർധന കുടുംബങ്ങൾക്കാണ് ഈ 56-കാരൻ സൗജന്യമായി കിണർ നിർമ്മിച്ചു നൽകുന്നത്. ഈ കിണറുകളെല്ലാം ചെയ്യുമ്പോഴേ ഒരു പ്രത്യേകതയുണ്ട്. എത്ര എണ്ണം ചെയ്തു എന്നുള്ളതല്ല, ഇതിൽ മതം നോക്കിയിട്ടോ ജാതി നോക്കിയിട്ടോ അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ നോക്കിക്കൊണ്ടോ ഒരു കുടുംബത്തിനും ഒരു കിണറും നമ്മൾ കൊടുത്തില്ല. മറിച്ച് ഏറ്റവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്കാണ് ഈ കിണറുകളെല്ലാം ചെയ്യുന്നത്. ഓരോ വാർഡിലെയും മെമ്പർമാർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഓരോ വർഷവും 2-3 കിണറുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊടകര ടൗണിൽ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഇദ്ദേഹം തന്റെ വരുമാനത്തിലെ ഒരു ഭാഗമാണ് കിണർ നിർമ്മിച്ചു നൽകാനായി മാറ്റിവെക്കുന്നത്. അമ്മ വെറോണിക്കയാണ് ലവറന്തിയോസിനെ ഈ വേറിട്ട സൽപ്രവർത്തികളിലേക്ക് കൈപിടിച്ച് നടത്തിയത്. കൊടകര പഞ്ചായത്ത് പരിധിയിൽ സ്വന്തമായി ഭൂമിയുള്ള കുടുംബാംഗങ്ങളെയാണ് ഇതിനായി തിരഞ്ഞെടുക്കുന്നത്. അടുത്തടുത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ അതിർത്തിയിലും കിണർ കുഴിച്ചു കൊടുക്കുന്നുണ്ട്. ജനപ്രതിനിധികളോ പൊതുപ്രവർത്തകരോ ചൂണ്ടിക്കാണിച്ചു തരുന്ന കുടുംബങ്ങൾക്കാണ് കിണറുകൾ നിർമ്മിച്ച് കൈമാറാറുള്ളത്. കക്ഷി രാഷ്ട്രീയമോ ജാതി മതചിന്തകളോ ഇല്ലാതെയാണ് ഈ സൽപ്രവൃത്തി. നന്ദി വാക്കിൽ ഒതുക്കാവുന്നതല്ല ഈ സൽപ്രവൃത്തിയെന്ന് വട്ടേക്കാടുള്ള വീട്ടമ്മ പറഞ്ഞു. ചേട്ടനെ മറക്കാൻ പറ്റില്ല. ഒരു ദൈവത്തിൻ്റെ ഇതിൻ്റെ പോലെയാണ് ഞങ്ങൾക്ക്. ഇവിടെ കുറേ കൊല്ലങ്ങളായിട്ട് വെള്ളമില്ലാണ്ട് ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചു. അപ്പോൾ ഞങ്ങളുടെ മെമ്പർ വഴിയായിട്ടാണ് ഈ ചേട്ടനെ ഞങ്ങൾ പരിചയപ്പെട്ടത്. ഞങ്ങളുടെ മെമ്പർ പറഞ്ഞിട്ട് 2 വീട്ടുകാർക്കും ഒരു വെള്ളത്തിന് ഞങ്ങളുടെ മെമ്പർ ഈ ചേട്ടനെ അറിയും പറഞ്ഞതായിരുന്നു ഒരു വെള്ളത്തിൻ്റെ ഇത്. അപ്പോൾ ഈ ചേട്ടൻ വളരെ പുണ്യകാരിയാണ്. ഒരു വെള്ളം പറയുന്നത് നമുക്ക് ഏറ്റവും ഉള്ള പുണ്യകാര്യമാണ്. വർഷങ്ങൾക്ക് മുൻപ് കൊടകരയിലെ മിനി സിവിൽ സ്റ്റേഷൻ ഉദ്ഘാടനത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ ആദരിച്ചതും ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടനിൽ നിന്നും അനുമോദനം ഏറ്റുവാങ്ങിയതും ജീവിതത്തിൽ ലഭിച്ച വലിയ ബഹുമതികളായി ലവറന്തിയോസ് കാണുന്നു. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാലും ഈ കിണർ കിട്ടിയ കുടുംബങ്ങളെല്ലാം വല്ലപ്പോഴും തന്നെങ്കിലും നമ്മൾ ഓർക്കാനുള്ളൊരു അവസരം കൂടി അവർക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഒരു 29ാമത്തെയാണ്, അതിൽ കൂടുതലായിട്ടുള്ളൂ. ഇനിയും കിണറുകൾ ഇപ്പോൾ ചെയ്യാൻ പോവാണ്. ഞാൻ ആരുടെയും പേരുകളൊന്നും ഇതുവരെ എൻ്റെ ഡയറിയിലെ കാര്യത്തിലൊന്നും എഴുതി വെക്കാറില്ല. കാരണം നമ്മളത് ഒരു ഒരു സഹായം ചെയ്തു കൊടുക്കുന്നു. കൊടകര ആലപ്പാട്ട് വീട്ടിൽ നിക്ലാവോസിന്റെ മകനായ ലവറന്തിയോസിന്റെ വേറിട്ട കാരുണ്യ പ്രവർത്തനത്തിന് ഭാര്യ പ്രസിയും വിദേശത്തുള്ള മക്കൾ അക്കീനയും സ്വദേശും പൂർണ്ണ പിന്തുണയാണ് നൽകി വരുന്നത്. TCV കൊടകര. ചാലിശ്ശേരി കുന്നത്തേരി കോളനി ഇനി മുതൽ പൗർണമി നഗർ എന്ന പേരിൽ അറിയപ്പെടും. കോളനി എന്ന പദം ഒഴിവാക്കണമെന്ന സർക്കാർ ഉത്തരവിന്റെ ഭാഗമായാണ് പൗർണമി നഗർ എന്ന് നാമകരണം നൽകിയത്. MP കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന അധ്യക്ഷത വഹിച്ചു. പൗർണമി കലാസമിതി സ്ഥാപകാംഗങ്ങളായ KK വേണു, TC അപ്പുണ്ണി എന്നിവരെ MP ആദരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള സമ്മാനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, സിനിമാ പിന്നണി ഗായകൻ മണികണ്ഠൻ പെരുമ്പടപ്പ് എന്നിവർ ചേർന്ന് സമ്മാനിച്ചു. വളരാൻ കഴിഞ്ഞതിൽ ഒരുപാട് പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിൽ യൂഹാനോൻ മംദാനയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ കൽ കുരിശു പെരുന്നാൾ ആഘോഷിച്ചു. സന്ധ്യാ നമസ്കാരത്തിന് ശേഷം വികാരി ഫാദർ ജോൺ ഐസക്കിന്റെയും സഹവികാരി ഫാദർ ആന്റണി
പൌലോസിന്റെയും കാർമ്മികത്വത്തിൽ കുരിശിങ്കൽ ധൂപപ്രാർത്ഥന നടത്തി. തുടർന്ന് നേർച്ച വിളമ്പലും ഉണ്ടായിരുന്നു. ആഘോഷങ്ങൾക്ക് പള്ളി കൈസ്ഥാനി CJ സന്തോഷ്, സെക്രട്ടറി സിൻഡോ K ഷീമോൻ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകനായിരുന്ന T മനോജിന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ അനുസ്മരണം നടത്തി. PTA പ്രസിഡന്റ് TK ശിവൻ അധ്യക്ഷനായി. SMC ചെയർമാൻ VS ശ്രീജൻ, പ്രധാനാധ്യാപിക ബീന ജേക്കബ്, കായിക അധ്യാപകരായ MP അഖിൽ, മുഹമ്മദ് ഹനീഫ തുടങ്ങിയവർ സംസാരിച്ചു. യുവജനതാദൾ S തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ കൺവെൻഷൻ യുവജനതാദൾ S സംസ്ഥാന ജനറൽ സെക്രട്ടറി വിപിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ജനതാദൾ S ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി മുഖ്യപ്രഭാഷണം നടത്തി. അങ്കമാലി പുളിയനം ഹൈസ്കൂളിന് സമീപം ബന്ധുവീട്ടിൽ നിന്നും യുവാവിനെ കാണാതായതായി പരാതി. പുത്തൂർ വെട്ടുകാട് സ്വദേശി കണ്ണമ്പള്ളി വീട്ടിൽ 30 വയസ്സുള്ള അഭയ് ദേവിനെയാണ് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ കാണാതായത്. വിവരം ലഭിക്കുന്നവർ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ്. പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണത്തിൽ ശക്തമായ തിരിച്ചടി നൽകിയ ഇന്ത്യൻ സൈനികർക്കും വീരമൃത്യു വരിച്ച ജവാന്മാർക്കും ആദരമർപ്പിച്ച് ജനതാദൾ S തൃശൂർ ജില്ലാ കമ്മിറ്റി പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് അയ്യന്തോൾ അമർ ജവാൻ സ്തൂപത്തിലേക്ക് പ്രകടനം നടത്തി. പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി, സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺ വാഴപ്പള്ളി, യുവജനതാദൾ S നേതാക്കളായ K രഞ്ജിത്ത്, വിപിൻ ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദുരിതം പേറുന്ന കുടുംബ പശ്ചാത്തലത്തിലും SSLCക്ക് മിന്നുന്ന വിജയത്തിളക്കവുമായി അഭിനവ്. തെക്കങ്കര കാര്യാട് 7ാം വാർഡിൽ കുണ്ടൂക്കാട്ടുപറമ്പ് രാജീവിന്റെ മകൻ KR അഭിനവാണ് മച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLCക്ക് എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കി സ്കൂളിന്റെ അഭിമാനമായത്. 2018 പ്രളയത്തിൽ വീട് തകർന്നടിഞ്ഞിരുന്നു. തുടർന്ന് ടാർപ്പാളിൻ കൊണ്ട് മറച്ച് സുരക്ഷിതമാക്കിയ വീട്ടിൽ സൗകര്യക്കുറവുകൾക്കിടയിൽ പഠനത്തിൽ ഒട്ടേറെ ക്ലേശങ്ങൾ സഹിച്ചാണ് അഭിനവ് അഭിമാനമായി മാറിയത്. തെരുവ് വിളക്കിന്റെ ചുവട്ടിലിരുന്ന ഒട്ടേറെ യാതനകൾ സഹിച്ചുള്ള പഠനത്തിലാണ് ഉന്നത വിജയം. ഈ കൊല്ലം നടന്ന SSLC പരീക്ഷയിൽ എനിക്ക് എല്ലാത്തിലും A+ കിട്ടി. എനിക്ക് നന്ദി പറയാനുള്ളത് അമ്മയോടും അച്ഛനോടും പിന്നെ വീട്ടുകാരോടും പിന്നെ സ്കൂളിലെ ടീച്ചർമാരോടും കൂട്ടുകാരോടൊക്കെയാണ്. അപ്പോൾ ഞാൻ പഠിച്ചത് എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ ചൂടും ആകെ സൗകര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ അവിടെ ജെണ്ടയുടെ അവിടെ ഒക്കെ ആയിരുന്നു പഠിച്ചത്. അച്ഛന്റെ കൂലിപ്പണിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. പഞ്ചായത്തിലും വിവിധ സംഘടനകളിലും അടച്ചുറപ്പുള്ള ഒരു വീടിനായി അപേക്ഷിച്ചിട്ടും ഒന്നും ലഭിച്ചില്ല. ഈ മേഖലയിൽ മിക്കവർക്കും പട്ടയം ലഭിച്ചുവെങ്കിലും ഈ കുടുംബത്തിന് ഇനിയും പട്ടയം ലഭിക്കാത്തതിൽ സങ്കടത്തിലാണ് മകന്റെ മിന്നുന്ന വിജയത്തിളക്കത്തിലും ഈ കുടുംബം. 2018 പ്രളയത്തിൽ ഞങ്ങളുടെ വീട് പൊളിഞ്ഞു പോയി. താമസയോഗ്യമല്ലാതെ ഇതുകൊണ്ട് ഞങ്ങൾ ഇവിടേക്ക് താമസം മാറിയതാണ്. 1 ലക്ഷം രൂപ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ തറ കെട്ടി. പിന്നെ ബാക്കി പണിയുള്ള കാശാവാത്തതുകൊണ്ട് പണിയാൻ പറ്റില്ല. പഞ്ചായത്തിലൊക്കെ ഒരുപാട് അപേക്ഷിച്ചു. ഇതുവരെ നടപടികളൊന്നും ഉണ്ടായില്ല. മറ്റ് അടിസ്ഥാന സൗകര്യമുള്ള കുട്ടികളൊക്കെ മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് മേടിച്ച് SSLCയിൽ ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. ഫുൾ മാർക്കുണ്ട്. അവൻ്റെ ടീച്ചർമാരോടും അതുപോലെ അവനെ സഹായിച്ച എൻ്റെ കൂട്ടുകാരോടും എല്ലാവരോടും നന്ദി പറയും. TCV ന്യൂസ്, വടക്കാഞ്ചേരി. കനകമല സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ഇടവക ദിനവും മതബോധന വാർഷികവും ആഘോഷിച്ചു. ഫാദർ ഡോക്ടർ ഡേവിസ് ചിങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്തു. തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ മനോജ് മേക്കാടത്ത് അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, കനകമല അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത് തടത്തിൽ, ജോജു ചുള്ളി, ജോയ് കുയിലാടൻ, സിസ്റ്റർ ടെസ്ലിൻ എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CT ബിജു മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റ് എങ്കക്കാട് നടന്നു. സേവ്യർ ചുറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് CR കാർത്തിക, AD അജി, ER രാഹുൽ തുടങ്ങിയവർ സംസാരിച്ചു.
എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ 89ാം വാർഷിക ആഘോഷം കേരള കലാമണ്ഡലം നൃത്തവിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ രജിത രവി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, അംഗങ്ങളായ MC ഐജു, MK ജോസ്, വായനശാല സെക്രട്ടറി സൗമ്യ യോഗേഷ് എന്നിവർ സംസാരിച്ചു. മാനസ കൾച്ചറൽ ട്രസ്റ്റിന്റെ കീഴിലുള്ള കലാസാഹിത്യ സാംസ്കാരിക വേദിയുടെ ദേശീയ നൃത്ത സംഗീത മഹോത്സവത്തിന് സമാപനമായി. സമാപന സമ്മേളനം പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ P സിന്ധു അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം മനീഷ, പത്മശ്രീ രാമചന്ദ്ര പുലവർ, മണികണ്ഠൻ മാനസ, ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. നാടിപ്പാറ പിറവി കലാസാംസ്കാരിക വേദി വായനശാലയിലെ ബാലവേദിയുടെ നേതൃത്വത്തിൽ മുനിയാട്ടുകുന്നിലേക്ക് പരിസ്ഥിതി പഠനയാത്ര സംഘടിപ്പിച്ചു. ലൈബ്രറി കൌൺസിൽ ചാലക്കുടി താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം NS വിദ്യാധരൻ, വായനശാല സെക്രട്ടറി VS സുബീഷ്, PV അശോകൻ, മഞ്ജു സജി എന്നിവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി മച്ചാട് മാമാങ്കം പനങ്ങാട്ടുകര കല്ലമ്പാറ ദേശം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. തെക്കുംകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. മാമാങ്ക കമ്മിറ്റി പ്രസിഡന്റ് KA ശിവദാസൻ അധ്യക്ഷനായി. K സുധാകരൻ, കൃഷ്ണകുമാർ, ഡോക്ടർ ജിബിൻ എന്നിവർ സംസാരിച്ചു. ഷമൂഹിയദ്ദീൻ പള്ളി ദാറുൽ ഖുറാൻ മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാക്കശ്ശേരിയിൽ ലഹരിവിരുദ്ധ സെമിനാറും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. MLA മുരളി പെരുന്നലി ഉദ്ഘാടനം നിർവഹിച്ചു. അഷ്റഫ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഓഫീസർ അബ്ദുറഹ്മാൻ വാഫി, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,880, പവന് 71,040. വെള്ളി ഗ്രാമിന് 108, പ്ലാറ്റിനം ഗ്രാമിന് 3,406 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കാളത്തോട് CITU പ്രവർത്തകൻ നാച്ചു വധക്കേസിൽ 6 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ ശിക്ഷിച്ചു. ഇരട്ട ജീവപര്യന്തവും 13 ലക്ഷം രൂപ പിഴയും വിധിച്ച് തൃശൂർ 1ാം അഡീഷണൽ സെഷൻസ് കോടതി. ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന KSRTC ബസ്സുകൾക്ക് പുതുക്കാട് സ്റ്റാൻഡിലേക്ക് കടക്കാനുള്ള പ്രവേശന കവാടം അടച്ചുകെട്ടി. അപകടങ്ങൾ പതിവായതോടെയാണ് കവാടം അടച്ചുകെട്ടിയത്. ചാഴൂരിൽ പാടശേഖര കമ്മിറ്റികളുടെ ശീതസമരം മൂലം നെൽകൃഷി വഴിമുട്ടി 100ഓളം കർഷകർ. അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കുന്ന പാടശേഖര സമിതികൾക്കെതിരെ കൃഷിഭൂമി തരിശിട്ട് പ്രതിഷേധം. തൃശൂർ കുന്നംകുളം പാതയിൽ പുഴയ്ക്കലിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. തിരക്ക് നിയന്ത്രിക്കാൻ സംവിധാനങ്ങളില്ല. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുരുക്കിൽപ്പെടുന്നു. ജില്ലയിൽ ആംബുലൻസുകളുടെ മറവിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസ്. ആംബുലൻസുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ സംവിധാനമൊരുക്കി റൂറൽ പോലീസ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.